സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വർക്കബിൾ ആയിട്ടുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്സിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ ഒരു പ്രോപ്പർ പഞ്ച് എങ്ങനെ ത്രോ ചെയ്യാം, സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അത് വർക്കബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാം. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ഇഷ്യൂ ആണ് സെൽഫ് ഡിഫെൻസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ തള്ളിയിടാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തള്ളിയിടേണ്ട ഒരു ആവശ്യം വന്നു, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഒരു നോർമൽ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൈവ് ചെയ്തൊക്കെ പോവാം. നിങ്ങൾ അതുപോലെയുള്ള ഇഷ്ടംപോലെ സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടാണ്. ഒരാളെ തള്ളിയിടുന്നു, ഒരാളുടെ മേളിൽ കൂടെ വീഴുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങളൊരു പ്രോപ്പർ സിവിൽ ഡ്രസ്സിൽ ഒരു ടാറിട്ട റോഡിലാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങളെ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒഫൻഡറിനെ ഹേർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം വരുന്നത് അല്ലേ. അപ്പോൾ അതിലും ടെക്നിക്കലി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിക്കുക, അജീഷും ശ്രീനാഥും. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ടേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരാളെ തള്ളിയിടുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തല ആ പോർഷനിൽ വെച്ചിട്ടല്ല, നമ്മുടെ ഹിപ്പ് ലെവലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കോറൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ട് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർ മാർഷലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താലും മതി. അതല്ല എങ്കിൽ ജിമ്മിലെങ്ങാനും പോവുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരാളുടെ ആവറേജ് വെയിറ്റ് ഒരു 70 to 90 നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ 70 to 90 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നതാണ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, പക്ഷേ ടെക്നിക്കലി കറക്റ്റ് ആണെങ്കിൽ 90 അല്ല, അതിന് മേളിലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടേക്ക് ഡൗൺ ആണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ടേക്ക് ഡൗൺ ഒരു ഹിപ്പ് ലെവലിൽ വരുന്ന ഒരു അറ്റാക്കാണ് എന്നുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഡെമോൺസ്ട്രേഷൻ കാണാം. നമ്മൾ ഈ ടെക്നിക്കിൻ്റെ ബ്രേക്ക് ഡൗൺ ഇപ്പോൾ നോക്കുകയാണ്. അപ്പോൾ ശ്രീനാഥ് അജീഷിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബേസിക്കലി ഒരു പഞ്ച് വെച്ചിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ച് ചെയ്ത് നിൽക്കുക, അതാണ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അജീഷ് ചെയ്തത് ഒരു സ്ലിപ്പാണ്. ആ പഞ്ചിൻ്റെ കയ്യിൽ നിന്ന് പഞ്ചിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഒന്ന് മാറി എന്നുള്ളതാണ്. പക്ഷേ അതിനെ സ്ലിപ്പ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹീസ് ഷൂട്ടിങ് ഹിംസെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ് നിന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ ശ്രീനാഥിൻ്റെ ഹിപ്പിലേക്ക് പോവുകയാണ്. സോ ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഈ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അജീഷിൻ്റെ തല വെളിയിലാണ്. അപ്പോൾ ഇവിടെ വേറെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഓക്കെ, അകത്തുനിന്ന് കൈയെടുത്ത് ഫേസിൽ പിടിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അജീഷിൻ്റെ ഫുൾ ബോഡി വെയിറ്റ് ഇപ്പോൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥിൻ്റെ ഹിപ്പിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഹിപ്പിലേക്ക് തള്ളിയാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥിനെ ഔട്ട് ഓഫ് ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. ശ്രീനാഥ് ഒരു 70 kg ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നോർമൽ ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണ്. പക്ഷേ 70 kg ആണെങ്കിലും അദ്ദേഹം ഒരു അഗ്രസീവ് സിറ്റുവേഷനിൽ നിൽക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ റെസിസ്റ്റൻസ് എല്ലാം കൂടെ വരും. അപ്പം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ 70 kg അല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഒരു 120 kg ആണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു 120 kg അൺബാലൻസ് ചെയ്യുകയാണ്. അൺബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അജീഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ഹിം ക്ലോസർ ടു ഹിസ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തങ്ങ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബോഡി വെയിറ്റ് ഫുള്ള് അങ്ങോട്ടായി. നമ്മൾ നേരത്തെ ബോക്സിംഗ് ടെക്നിക്സിലൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കണക്ക് തല എങ്ങോട്ട് പോവോ അങ്ങോട്ടേ ബോഡി വെയിറ്റും പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് നൗ ലീനിങ് ടുവേർഡ്സ് അജീഷ്. ഇനി അജീഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അജീഷിൻ്റെ തല പ്രൊട്ടക്ട് ചെയ്ത് വീഴണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഷോൾഡർ ബോഡി വെയിറ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് തല തറയിൽ തൊടാതെയാണ് അജീഷ് ഇപ്പോൾ റോൾ ചെയ്യാൻ പോകുന്നത്. സി, ഇത് നിങ്ങൾക്ക് ഏതൊരു ഹാർഡ് സർഫസിലും ചെയ്യാം. കാണുമ്പോൾ തോന്നുന്നത് ഓക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്, അതിൻ്റെതായിട്ടുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സ്മൂത്ത് ആസ് ബട്ടറായിട്ട് നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും ഓൺ എനി ഹാർഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഡെമോൺസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ശ്രീനാഥ് അഗ്രസീവായിട്ട് വരുന്നു, ഒരു പഞ്ച് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ബ്രിങ്ങിങ് ക്ലോസർ ടു ദ ബോഡി, ടേക്ക് ഡൗൺ, എന്നിട്ട് റോൾ. ആ ബോഡി വെയിറ്റ് ഫുള്ള് ശ്രീനാഥിൻ്റെ മുകളിലാണ്. ഓക്കെ, അജീഷിൻ്റെ ഒരു ബോഡി പാർട്ടും തറയിൽ തൊടുന്നില്ല. അല്ലെങ്കിൽ തൊടുവാണെങ്കിൽ തന്നെ അതൊരു 5% കോൺടാക്ട് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഡെമോൺസ്ട്രേഷൻ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ടേക്ക് ഡൗൺ കഴിഞ്ഞു, നിങ്ങൾ തറയിൽ കിടക്കുവാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ ആണോ, കൂടുതൽ ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് എസ്കേപ്പ്, റൺ. അതാണ് ബേസിക് സെൽഫ് ഡിഫെൻസ്. ഓക്കെ, സ്പന്ദനത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഷെയർ ചെയ്തതും പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പഞ്ച് എഫക്റ്റീവായിട്ടും പവർ പാക്ഡ് ആയിട്ടും കൊടുക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്.
ഓക്കെ, സ്പന്ദനത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഒരു ടേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരാളെ ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ തള്ളിയിടാം, നമുക്ക് ഇതൊന്നും പറ്റാതെ, നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവും പറ്റാതെ, ശാരീരികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എങ്ങനെ ഒരാളെ തള്ളിയിടാം ഏതൊരു ഹാർഡ് സർഫസിലും, എന്ത് ഫിസിക്കൽ നിങ്ങളുടെ ആട്രിബ്യൂട്ട്സിലോ അല്ലെങ്കിൽ ഒരു എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്.